മേഡം ഈ ഒരു ബിസിനസ്സുമായിട്ട് അവരെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 5-6 മാസം കഴിഞ്ഞ സമയത്ത് ഷെന മേഡം കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലെത്തി. അപ്പൊ നമുക്കറിയാലേ ഈ ഒരു റാങ്കിൽ എത്തുമ്പോ നേരത്തെ നൗഷാദ് സാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ആ ഒരു വരുമാനമൊക്കെ കിട്ടി മാസം ഒരു 26,000 രൂപ ഒക്കെ ഒരു ഇൻകം പോസ്റ്റ് സമയത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം സാധാരണ ഒരു വീട്ടമ്മ അവരെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരെ മക്കളെ നോക്കിക്കൊണ്ട് അവരെ റൂം സ്പേസിൽ ഇരുന്നുകൊണ്ട് ഒരു സിമ്മും ഒരു ഫോണും വെച്ചിട്ട് ഇത്ര അധികം വരുമാനം മേടിക്കുന്നത് കണ്ടപ്പോ രാവും പകലും ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടാത്ത ഒരു വരുമാനം ഈ ഒരു വീട്ടമ്മ എങ്ങനെ മേടിച്ചെന്നുള്ളതാണെന്ന് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്ത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമ്മളെ മുന്നിലേക്ക് എന്ത് സാധ്യതകളും വരുമ്പോഴും എന്ത് കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കാൻ തയ്യാറാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നോ പറയാ, വേണമെങ്കിൽ യെസ് പറയാന്നുള്ളത്. എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്റെ സിസ്റ്ററോട് ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയണത് ഇതിനി നമ്മൾ കുറെ കാശൊക്കെ ഇതിൽ ഇറക്കേണ്ട വരോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പൊ കുറച്ചു നേരം ഞാൻ എന്റെ സിസ്റ്ററായിട്ട് ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഇത് വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സോപ്പും പൊടി മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതും ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളിൽ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ്, ഞാനിപ്പോ ഒരു 3.5 വർഷമായിട്ട് ഈ ഒരു പ്രോഡക്ട്സ് ഇല്ല, ഈ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് നമുക്ക് സോപ്പായാലും പേസ്റ്റ് ആയാലും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പേസ്റ്റ് തന്നെയാണ്. നമ്മൾ വേറൊരാൾക്ക് കൊടുത്താലും അവർ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ്. അപ്പൊ ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്ട്സുകളിൽ നിന്നും ക്വാളിറ്റി ഉള്ള നമ്മളെ മക്കൾക്ക് വരെ നല്ല പ്രോഡക്ട്സുകൾ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ ഇതിൽ കൂടെ എടുത്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് അത് 100 പോയിന്റ് 25 പോയിന്റ് 50 പോയിന്റ് ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 100 പോയിന്റിൽ തന്നെ കയറി. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാ, ഈ ബിസിനസ് നിങ്ങൾ ശരിയായ ഒരു അവസരം അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ടോപ്പ് സെയിൽസ് വോളിയത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കയറാനായിട്ട് നോക്കുക. കാരണം ഇവിടെ നമുക്ക് യാതൊരുവിധ നഷ്ടസാധ്യത ഇല്ല. അങ്ങനെ എന്നോട് എന്റെ സിസ്റ്റർ പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ച്, സോപ്പായിട്ടും പേസ്റ്റ് ആയിട്ടും പെയിന്റ് ആയിട്ടും നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ബിസിനസ് അവസരമാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇവിടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടോ? ഒരു രൂപയുടെ നഷ്ടമില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾക്ക് ഇവിടെ യാതൊരുവിധ നഷ്ടസാധ്യത ഇല്ലാതെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബിസിനസ് അവസരം. അത് നമുക്ക് സോപ്പ് മേടിക്കാം, പേസ്റ്റ് മേടിക്കാം, ടോയ്ലറ്റ് ക്ലീനർ, മൾട്ടി ക്ലീനർ, ഇൻഡക്ഷൻ കുക്കർ, റൈസ് കുക്കർ, ഉപ്പ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങൾ അതൊക്കെ നമുക്ക് മേടിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പോലുള്ള ഒരു കമ്പനി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നിങ്ങൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും അങ്ങോട്ട് എന്ത് ചെയ്ത് ഇതുമായിട്ട് താരതമ്യം ചെയ്യരുത്. കാരണം ഞാനും കാലങ്ങളായിട്ട് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ സാധനങ്ങൾ മേടിച്ചിരുന്ന ഒരാളാണ്. ലുലു എന്ന് പറയുന്ന ലുലു സൂപ്പർ മാർക്കറ്റ് എന്റെ വീടിന്റെ തൊട്ട് അടുത്തുണ്ട്, ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ്. എന്റെ നാട്ടുകാരനാണ് എം.എ. യൂസഫ് അലി എന്ന് പറയുന്ന ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ. അപ്പൊ ഞാനും കാലങ്ങളായിട്ട് ലുലുവിലും സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ ലുലു എനിക്ക് അവസരങ്ങൾ തരുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് ബെഡ്ഷീറ്റ് മേടിച്ചപ്പോഴും എന്റെ വീടിന് അപ്പുറത്തുള്ള ലുലുവിലും ഈ ബെഡ്ഷീറ്റ് ഉണ്ട്, ഇതിനേക്കാൾ വില കുറവിന് എനിക്ക് ഈ ലുലുന്ന് കിട്ടുമായിരുന്നു. പക്ഷെ എന്താണ്, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുമ്പോഴും ഇവരൊന്നും എനിക്ക് അവസ്ഥയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു പേസ്റ്റ് സോപ്പ് മേടിക്കാനല്ല, പേസ്റ്റ് മേടിക്കാനും സോപ്പ് മേടിക്കാനും എനിക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് പോയിട്ട് മേടിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് 1 രൂപയുടെ നഷ്ടസാധ്യത ഇല്ല. ഈ നമ്മൾ വിചാരിക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്ന സാധനങ്ങൾ ഇതിലില്ലല്ലോ, ഇതിനേക്കാളോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ വർഷം കഴിയുമ്പോ 8ാം വർഷത്തിലേക്ക് കടക്കുന്ന ഫിജിക്കാർട്ട് 178 കോടി രൂപക്കടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് വരുമാനം എത്തിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ആദ്യത മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏതൊരു സാധാരണക്കാരും അവന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരാമെന്നുള്ളതായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് കുറെ വിശ്വാസങ്ങളിലൂടെ ഞാൻ പോയ സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ആദ്യം നോക്കി ടീം മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാലേ. നമ്മളൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾക്ക് വരുന്ന ഒരു ചോദ്യമാണല്ലേ. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, എനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൂണുകൾ മുളക്കുന്നത് പോലെ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ടാവും. പക്ഷെ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ടീം മാനേജ്മെന്റ് അല്ലെ, അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ ആദ്യമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പൊ അത്രയും ക്രെഡിബിലിറ്റി ആയിട്ടുള്ള ഒരു ടീം മാനേജ്മെന്റ്
മുന്നോട്ട് നയിക്കുന്ന ഒരു ഗ്രൂപ്പ്, ചെമ്മന്നൂർ ഗ്രൂപ്പ്. നമുക്കറിയാം ചെമ്മന്നൂർ ഗ്രൂപ്പിനെ കുറിച്ച്. അപ്പൊ ഞാനെ സംബന്ധിച്ച് ഞാൻ നോക്കിയ കാലത്ത് ചെമ്മന്നൂർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ പല കാലത്തുണ്ടെങ്കിലും ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ 160 വർഷത്തോളം ബിസിനസ് ചെയ്യുന്ന ചെമ്മന്നൂർ ഗ്രൂപ്പിനെ ഒറ്റ ചെക്കിൽ എഴുതി തരാൻ മാത്രം വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ. അത് ഡോക്ടർ ബോബി ചെമ്മന്നൂരാണ്. അപ്പൊ അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു ടീം മാനേജ്മെന്റ് ആണ് ഈ ഒരു ടീം മാനേജ്മെന്റ്. ഓക്കെ, നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരുറപ്പ് ആ ഭിത്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കിയേ, ഉറപ്പില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇല്ലേ? അപ്പൊ ഒരു ഉറപ്പ് ആ ഭിത്തിക്ക് ഉണ്ടെന്നുള്ളതിന്. പിന്നെ ഞാൻ നോക്കിയത് പ്രോഡക്ട്സ് അല്ലേ. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് 2 ആയിട്ട് തിരിക്കും. ഒന്ന് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സും, മറ്റൊന്ന് ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കിട്ടുന്ന ഏതൊരു സാധാരണക്കാരന്റെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്ട്സുകൾ ഈ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഗ്യാസ് സ്റ്റവ് വന്നിട്ടുണ്ട്, ഗോൾഡ്, എല്ലാ സാധനങ്ങളും അല്ലെ, ഉപ്പ് തൊട്ട് ഗോൾഡ് വരെയും ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ്, യാതൊരുവിധ നഷ്ടസാധ്യത ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റുള്ള കമ്പനികളിൽ ജോയിൻ ചെയ്യുമ്പോഴും മറ്റുള്ള കമ്പനികളിൽ കയറുമ്പോഴും അവർ ഗൂഗിളിൽ പോലും തപ്പിയാൽ കിട്ടാത്ത പ്രോഡക്ട്സുകളായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മേടിക്കണത്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇതിൽ കയറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം എന്താണ്, നഷ്ടമില്ല. എന്തായാലും മേടിക്കുന്ന സാധനങ്ങളൊന്നും തെങ്ങിനൊഴിച്ച് കളയൂല. കാരണം നമ്മുടെ വീട്ടിൽ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ഇതിന് മാറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് പ്രോഡക്ട്സിൽ ഒരു വിശ്വാസം വന്ന്. പിന്നെ മാത്രമല്ല, കേരള ഗവൺമെന്റിന്റെ മിൽമ എന്ന് പറയുന്ന സംരംഭം അടക്കം ഈ ഒരു കമ്പനിയുടെ ബിസിനസ് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഒരു ഗവൺമെന്റിന് എന്താണ് എത്രത്തോളം വിശ്വാസം ഒരു കമ്പനിയിൽ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് ആ ഒരു മിൽമയുമായിട്ടുള്ള ആ ഒരു ബിസിനസ് കരാറിന്ന് ഉള്ളതാണ്. പിന്നെ ഈ ഒരു കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് മറ്റേതെങ്കിലും സംരംഭത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇതൊക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. പിന്നെ ഈ ഒരു കമ്പനി അല്ലെ, ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾക്കൊരു വിശ്വാസം വേണം അല്ലെ. ചിലപ്പോൾ നിങ്ങളെ സുഹൃത്ത് വഴി നിങ്ങൾ ക്ഷണിച്ച സമയത്തും നിങ്ങൾ ചിന്തിച്ചത് എന്താവും, ഇത് ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് അല്ലേ, കുഴപ്പമില്ല, കേട്ട് നോക്കാം അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ഇതൊരാളോട് പറയുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം, മറ്റുള്ളവർക്കൊരു വിശ്വാസം വേണം. ഇതാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനേക്കാളും വിലക്കുറവിന് കയറാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടാവും, ഇതിനേക്കാളും എന്താ പറയാ വരുമാനം കൂടുതൽ കിട്ടുന്ന കമ്പനികൾ ഉണ്ടാവും. പക്ഷെ ഇത്രയും ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ തരുന്ന ഒരു കമ്പനീനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റൂല. പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് പോയിക്കോ, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇപ്പൊ വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്, നമുക്കിവിടെ ആകെ പ്രൊമോഷൻ വർക്കാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരം. ആ ഒരു അവസരത്തിന് നമ്മൾ 4 ആളോട് പറയാൻ തയ്യാറാവും, അത്രേ ഉള്ളൂ. പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, നമ്മളോടൊപ്പം വരുന്ന ഈ ഒരു BOP പ്രോഗ്രാമിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കും. അപ്പൊ അത്രയും നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. പ്രൊമോഷൻ വർക്കാണ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണങ്ങളും ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാരണങ്ങൾ. ഇനി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നൗഷാദ് സാർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ബിസിനസ് എക്സ്പെൻഷൻ ബോണസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 9 ലക്ഷം രൂപ വരെ, 20 രൂപ തൊട്ട് 30,000 രൂപ വരെ ഇന്ന് കയറി നാളെ തന്നെ കിട്ടുന്നല്ലാട്ടെ ഞാൻ പറയണേ. ഫിജി കാർഡ് ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല, എടുത്തു വെച്ചിട്ട് അടിക്കണുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാലൊന്നും നമുക്ക് അതൊക്കെ ഞാൻ ആദ്യമേ പറയുന്നത്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സിന്, ഏതൊരു ബിസിനസ്സിനെ പോലെ തന്നെ ഒരു ബിസിനസ് DTDCയും KFCയും അതുപോലുള്ള ഓറഞ്ച് ബേക്കറി, KR ബേക്കറി, മാംഗോ ബേക്കറി ഒക്കെ പോലെ നമുക്കൊരു ഫ്രാഞ്ചൈസി തരുന്നത്. അവര് ഫിസിക്കലായിട്ട് ചെയ്യണത്, നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യണത്. അപ്പൊ എന്താണ്, നമ്മളെ സ്റ്റോറിൽ നിന്ന് പേസ്റ്റ് വിൽക്കുമ്പോഴും സോപ്പ് മേടിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടണത്. നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ പല്ല് തേക്കുമ്പോഴും അല്ലെ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പൈങ്കിളിയായി. യഥാർത്ഥ വിപ്ലവം നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം, അതിലൂടെ നമുക്ക് ബിസിനസ് എക്സ്പെൻഷൻ ബോണസ് മാസം 9 ലക്ഷം രൂപ വരെ നമുക്ക് മേടിക്കാം 2-3 വർഷം കഴിയുമ്പോഴത്തേനും. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലെ. പിന്നെ മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഈ ഒരു ബിസിനസ്സിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു സെയിൽസ് മാനേജർ റാങ്കിൽ എത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് മാസം ഒരു 10,000-22,000 ഇടയിൽ ഒരു വരുമാനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടമ്മനെ സംബന്ധിച്ച് അത് പോരെ. എത്ര വീട്ടമ്മമാര്, 1-2 പേരല്ല,
കമ്പനി 10,000 ആളുകളുടെ വീട്ടിലേക്കാണ് ഈ മന്ത്ലി പെർഫോമൻസ് ബോണസ് എത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ കമ്പനിയുടെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്ലസ് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് തകർക്കുന്നത് എവിടെയാണ്? ഓർക്കപ്പുറത്ത് വരുന്ന രോഗം അല്ലെ, അതിനൊന്നും സംശയമില്ല. അതിന് വരെ ഒരാളെ മുന്നിൽ നമ്മൾ കൈ നീട്ടണ്ട. ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾക്ക് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന 6ാമത്തെ റാങ്കാ. ഈ കഴിഞ്ഞ 30-ാം തീയതി എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി 50,000 രൂപ റൈഡർ ഫണ്ട് ഇട്ട് നിങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സുഹൃത്തിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. വീഡിയോ സഹിതം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ഫിജി കാർട്ടിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു ലോകത്തുള്ള. നമുക്കിന്ന് ഒരാളെയും പറ്റിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഇന്ന് നമ്മളെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, ബാങ്കിന്റെ പാസ്ബുക്ക് ഇരിക്കുന്നത് നമ്മളെ മൊബൈൽ ഫോണിനകത്തുള്ള അലമാരക്കുള്ളിലല്ല, ലോകം നമുക്ക് ചുറ്റുമുള്ള. ഇന്ന് ദുബായിൽ ഇരുന്നുകൊണ്ട് നൗഷാദ് സാറിന്റെ സ്ക്രീൻ ഷെയർ ആ മൊബൈലിനകത്ത് എന്തൊക്കെ കാണാനുണ്ടോ അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരാളെയും പറ്റിക്കാനൊന്നും പറ്റൂല. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആഗ്രഹമുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, ജീവിതത്തിൽ രക്ഷപ്പെടണം, മക്കളെ പഠിപ്പിക്കാനുണ്ട്, വഴിയെടുക്കണം, വീട് വാങ്ങണം, വീട് കയറ്റണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2026 അവസാന നാളുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. നമ്മളെ കയ്യിൽ എന്തുണ്ട്? അസുഖം വന്നാൽ തീരുന്ന കാശേ നമ്മളെ കയ്യിലുള്ളൂ അല്ലെ. 2021-ലും 22-ലും 23-ലും 24-ലും ഒക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അല്ലെ. പക്ഷെ എന്താണ്, നമുക്ക് അതിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റണില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2021-ലും 25-ലും ഒക്കെ കണ്ട സ്വപ്നങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ ചെയ്ത അതേ ജോലിയും ഇന്നലെ കിട്ടിയ അതേ വരുമാനം കൊണ്ടാണ് നമ്മൾ ഇന്നും പോകുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് വേറൊരു അവസരം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ചെയ്ത ജോലിയോ നമ്മളെ തടസ്സാവണില്ല, ഒരു കാര്യവും നമുക്ക് തടസ്സാവാതെ ഒരു ഒഴുക്കിനൊപ്പം നിങ്ങൾ പോവാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അങ്ങനെ 6ാമത്തെ റാങ്കിൽ ഒരു 50,000 രൂപ റൈഡർ ഫണ്ട് കമ്പനി ആ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഒരു റൈഡർ ഫണ്ട് കമ്പനി എന്റെ അക്കൗണ്ടിൽ കിട്ടുന്നു. 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്, 12ാമത്തെ റാങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്, 13ാമത്തെ റാങ്കിൽ ഹാപ്പി ഹോം ഫണ്ട് 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 കോടി കിട്ടിയാൽ പോരെ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ? ഒരു 7-8 വർഷം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരന് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് നമ്മൾ കമ്പനി നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത്. അത്ര എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. യാതൊരുവിധ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽക്കൊക്കെ എന്തിനു വേണ്ടത്? നമ്മൾ വീട്ടിൽ സോപ്പ് ഉപയോഗിക്കാറില്ലേ, പേസ്റ്റ് ഉപയോഗിക്കാറില്ലേ, ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കാറില്ലേ, മൾട്ടി ക്ലീനർ ഉപയോഗിക്കാറില്ലേ? ഇതൊക്കെ കുറച്ചധികം മേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തെങ്ങിനെ ഒഴിച്ച് കളയൂല അല്ലെ. ഇതൊക്കെ ഒന്ന് കുറച്ചധികം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരം. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരത്തിൽ കൂടെ 1 കോടി രൂപയുടെ വില്ല ഫണ്ട് വരെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഫിജി കാർഡ് ചെയ്യാനൊന്നും ഞാൻ നിങ്ങളോട് പറയൂല. കാരണം എന്താണ്? ഇവിടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് പകരം ഇന്ന് നിങ്ങളെ ക്ഷണിച്ച വ്യക്തി നാളെ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അവര് മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കുക. ഫിജി കാർട്ടിന്റെ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേരും സാധാരണ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാ. എന്നെ പോലെ അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, സാധാരണ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളുണ്ട്. ഇന്നിവര് 1 ലക്ഷം 2 ലക്ഷം മാസം 9 ലക്ഷം രൂപ വരും വരുമാനം വാങ്ങുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇവിടെ ആർക്കും വിജയിക്കാം. ഏറ്റെടുക്കാനും പഠിക്കാനും കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അവൻ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് നേടാൻ പറ്റുന്ന വലിയൊരു അവസരം. ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ഓരോ ജില്ലകളിലും, ഇപ്പൊ എന്റെ ജില്ലയിൽ തന്നെ 2 പേർക്ക് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ ഇന്ന് ഫിജി കാർട്ടിന്റെ സാധ്യതകൾ, നിങ്ങൾ ഈ ഒരു ബിസിനസിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് ഫിജി കാർട്ടിലൂടെ വരുമാനം മേടിക്കുന്ന ആളുകൾ ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തുകളിലും ഉണ്ട്. ഇനി നിങ്ങളെ പഞ്ചായത്തിൽ ഫിജി കാർട്ടിൽ വരുമാനം മേടിക്കുന്ന ആളില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു അവസരമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. അതിലൂടെ നിങ്ങൾ അവിടെ നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് പോവാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് വേറൊരു നഷ്ടസാധ്യത ഇല്ല. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയാണ് ഇവിടെ ഈ ഒരു BOP.
നിങ്ങൾ ആരാണെന്നോ നിങ്ങളെ ക്ഷണിച്ച സുഹൃത്ത് ആരാണെന്നോ ഒന്നും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കണ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിച്ച സുഹൃത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം നമുക്കിവിടെ 1 രൂപയുടെ നഷ്ടമില്ല. നമുക്ക് എന്ത് നഷ്ടമുള്ള? നമുക്ക് എന്ത് നഷ്ടമുള്ള? ഒരു നഷ്ടവും. ഏറ്റെടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എഴുതാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതുക. എന്നിട്ട് നൗഷാദ് സാർ ഇവിടെ മുന്നോട്ട് വെച്ച പ്ലാനും നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ ഫിജി കാർട്ടിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഒരു അവസരം നിങ്ങളെ കയ്യിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ ഈ ഫിജി കാർട്ടിനെ ഏറ്റെടുക്കണ്ട. ഞാൻ പറയണേ, ഒരു സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അത് എന്താ പറയാ, പേഴ്സണാലിറ്റിയിലായാലും നമ്മളെ ഫിനാൻഷ്യലായാലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സാണ്. ഏതൊരു സാധാരണക്കാരനും അവന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് അവസരം. ഇതിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു വീട്ടമ്മ വിചാരിക്കണേ എനിക്ക് ഈ വർഷത്തിനേക്കാളും അടുത്ത വർഷം സാമ്പത്തികപരമായിട്ട് കുറച്ചും കൂടെ ഉയർച്ച നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഒരു 2 പശുവിനെ മേടിച്ച് കേട്ടല്ലേ, അതിനൊരു തൊഴുത്ത് പണിയാം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കട തുടങ്ങാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. കുറഞ്ഞത് 2 ലക്ഷം റുപ്യ വേണോ വേണ്ടേ? ഞാൻ ചിന്തിച്ചത് അതാണ്. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത്, ഞാനൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 5 ലക്ഷം റുപ്യെങ്കിലും ബിസിനസ് അതിൽ വേണം. പക്ഷെ ഇന്ന് 4 വർഷം കൊണ്ട് ഇന്ന് ഞാൻ ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതൊരവസരമാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, 1 രൂപയുടെ നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു വലിയൊരു അവസരമാണ് നമ്മളെ കയ്യിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു അവസരത്തിന് ഏറ്റെടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാനൊരു 4 വർഷം മുമ്പ് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് പറ്റിയത്. അപ്പൊ നാളെ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഫിജിറ്റൽ അക്കാദമി, ഒരു ടീം സപ്പോർട്ട്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ ടീം സപ്പോർട്ട്, ടീമിലുള്ള ലീഡർമാര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ല 8ാം ക്ലാസ് വരെ ഇല്ലാത്ത വീട്ടമ്മ ഇതിൽ നിന്ന് 1 കോടി രൂപ മേടിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കഴിവിനെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുക. നമ്മൾക്കൊരു മനസ്സുണ്ടായാൽ മതി. നമ്മളെ ചിന്താഗതിയിൽ മാറ്റം വരാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുപോലെ വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ ഇതുപോലെ നേട്ടങ്ങളോട് ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ഒരു അനുഗ്രഹം സർവ്വശക്തൻ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പടച്ചോന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ കയറി വായോ. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഈ സംസാരിച്ചതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ വെച്ചിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് നമ്മളെ കയ്യിലേക്ക് പൈസ വരുന്ന സമയത്ത് വളരെയധികം സന്തോഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50,000 രൂപ ഒറ്റ ചെക്കില് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറണമെന്ന് പറയുമ്പോ അത് ക്രെഡിറ്റ് ആയി കിട്ടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ല. പൈസ വരുമ്പോ നമ്മളിവിടെ ആകെ എന്തിറക്കി, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പ് മേടിച്ച്, പേസ്റ്റ് മേടിച്ച്, ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനായിട്ട് ഒരു ടെൻഷനും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പേസ്റ്റ് മേടിച്ച്, സോപ്പ് മേടിച്ച്, ടോയ്ലറ്റ് ക്ലീനർ മേടിച്ച്, മൾട്ടി ക്ലീനർ മേടിച്ച്, ചായപ്പൊടി മേടിച്ച്, ഈ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ച് എൻ്റെ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ഇതിലൂടെ മേടിച്ചപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അവസരത്തിൽ കൂടെയാണ് ഈ 50,000 രൂപ റൈഡർ ഫണ്ട് അടക്കം ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ സാധനങ്ങൾ തന്നെയല്ലേ നിങ്ങളെ വീട്ടിലേക്കും മേടിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുമ്പോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് അവസരം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കുക, ടെൻഷനൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞാല് 1 കോടി രൂപയുടെ വില്ലാ ഫണ്ട് വരെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. അപ്പൊ ഈ ഒരു അവസരം എന്റെ മാത്രല്ല, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നൊരു തീരുമാനം എടുക്കാം. ആ തീരുമാനം നിങ്ങളെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്.
താങ്ക് യു സുധീഷ് സാർ.